ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തില്ലേ, സോ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റക്കായില്ലായിരുന്നു. നിങ്ങൾ ചെയ്ത് നോക്കിയോ? 5 ഉണ്ട്, 17 ഉണ്ട്, 61 ഉണ്ട്. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അതായത് 5, 17 ഉണ്ട്, 61 ഉണ്ട്. അപ്പോൾ ഈ 5നെ 17നെ എന്ത് ചെയ്താൽ 61 ആവും നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞല്ലേ 5 × 70 ചെയ്താൽ 85 ആണ്. സോ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നുള്ള രീതി എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഈ 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആവശ്യം എന്ത് കിട്ടും? 10 കിട്ടും. അപ്പം 17നെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആവശ്യം എന്ത് കിട്ടും? 51 കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 61 കിട്ടുമോ? ഫസ്റ്റ് നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മിഡിൽ നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടി? 61 കിട്ടിയോ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത് നോക്കി, സെയിം പാറ്റേൺ 6 × 2 ചെയ്യുന്നു പ്ലസ് 21 × 3 ചെയ്യുന്നു. എന്ത് കിട്ടുമെന്ന് നോക്കി. 6 × 2 എന്ന് പറഞ്ഞാൽ 12 ആണ്. 21 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 63 ആണ്. 63യും 12 കൂടെ ആഡ് ചെയ്താൽ എത്രയാണ്? 75 അല്ലേ? അപ്പോൾ പാറ്റേൺ ഇങ്ങനെയാണ്. അതായത് ഫസ്റ്റ് നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് സെക്കൻഡ് മിഡിൽ നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് പാറ്റേൺ. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ 8 ഉണ്ട്. അപ്പോൾ 8നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ ഈ മിഡിൽ നമ്പർ ഏതാണോ ആ നമ്പർ ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്കറിയില്ല. സോ ആ നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 103 കിട്ടണം. ഓക്കെ, അപ്പോൾ എല്ലാം നേടാം. ഒരു പാറ്റേൺ ആയില്ലേ? ഫസ്റ്റ് നമ്പർ × 2, സെക്കൻഡ് നമ്പർ മിഡിൽ നമ്പർ × 3, എന്നിട്ട് ആഡ് ചെയ്യുന്നു. സോ ഇതാണ് പാറ്റേൺ. അപ്പോൾ 8 × 2 എന്ന് പറഞ്ഞാൽ 16 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള നമ്പർ ചുമ്മാ എന്നൊന്നും എന്തെങ്കിലും വിളിച്ചു. സോ ഇവിടെ എന്ത് വാല്യൂ വരും നോക്ക്. 8 × 2 എന്താ? 16 അല്ലേ? ആ 16 ഇപ്പുറത്ത് വരുമ്പോൾ -16 ആവത്തില്ലേ? അപ്പം 103 നിന്ന് 16 പോയാൽ എത്രയാണ്? 87 എന്ന് കിട്ടും. ആണോ? അതായത് ഇവിടെ വരുന്ന നമ്പറിനെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 87 കിട്ടണം. സോ അവിടെ വരുന്ന നമ്പർ ഏതായിരിക്കും? 29 അല്ലേ? പിടികിട്ടോ? സോ ഇവിടുത്തെ പാറ്റേൺ ഇതാണ്. ഫസ്റ്റ് നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മിഡിൽ നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പാറ്റേൺ. സോ ആൻസർ എന്താ? 29. സോ അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് നമ്മൾ ചെയ്തല്ലോ. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? സെലക്ട് ദ നമ്പർ ഫ്രം എമോങ് ദി ഗിവൺ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദി ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദി ഫോളോയിങ് സീരീസ്: 241, 258, 275, 292 ഡാഷ്. 241 58 ആയി, 75 ആയി, 92 ആയി. സോ നെക്സ്റ്റ് എന്ത് വരും? എളുപ്പമല്ലേ ഈ ക്വസ്റ്റ്യൻ? ജസ്റ്റ് അഡീഷൻ അല്ലേ? എത്ര ആഡ് ചെയ്യണ്ടേ നമ്മൾ? എത്ര ഇവിടെ ആഡ് ചെയ്യണ്ടേ? ഇവിടെ നോക്കി, ഇവിടെ 17 ആണോ കൂടിയത്? ഇവിടെയോ 17 ആണോ കൂടിയത്? ഇവിടെയോ 17 ആണോ കൂടിയത്? നമുക്ക് 241 കൂടെ 17 കൂട്ടുമ്പോൾ എത്ര? 258 ആണ്. സോ അതിൻ്റെ കൂടെ 17 കൂട്ടുമ്പോൾ എത്ര? 75 ആണ്. 17 കൂട്ടുമ്പോൾ 292 ആണ്. സോ അടുത്ത എത്ര കൂടണ്ടേ? 17 അല്ലേ കൂടേണ്ടത്? സോ 299 10 എത്ര? 309. സോ ഓപ്ഷൻ ഏതാ? ഫോർത്ത് ഓപ്ഷൻ. ഇവിടെ നോക്കി, സെലക്ട് ദി ഓപ്ഷൻ ഇൻ വിച്ച് ദ ഗിവൺ ഫിഗർ ഈസ് എംബഡഡ്. എംബഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒളിഞ്ഞിരിക്കുന്ന ആളിനെ കണ്ടുപിടിക്കുക അല്ലേ? അപ്പോൾ ഈ ഫിഗർ ഇതിനകത്ത് എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? ബി അല്ലേ? ബി അല്ലേ? കാരണം എന്താ? നമുക്ക് വേണ്ട ഇതുപോലെ സെമി സർക്കിൾ മുകളിലേക്ക് ഇരിപ്പുണ്ട്. സോ ആ സെമി സർക്കിൾ ഉണ്ട്, ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട്. നമുക്ക് വേണ്ട താഴേക്ക് ഏതാണ്ടേ ഇങ്ങനെ അടയാളം വേണ്ട. പക്ഷേ വേണ്ട ഇവിടെ താഴേക്ക് ലൈൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതെടുക്കാൻ പറ്റില്ല. പക്ഷേ വേണ്ട ഇവിടെ താഴേക്ക് ലൈനുണ്ട്, നമുക്ക് വേണ്ട ഈ എംബ്ലോ ഉണ്ട്. ഇവിടെ നോക്കി, ഇവിടെ അങ്ങനെയാണോ? അതായത് ഈ ക്രോസിനകത്ത് താഴേക്ക് ലൈൻ വേണം. ഇവിടെ അതുണ്ടോ? ഇല്ല, അവിടെ ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഏതാ? ബി ഓപ്ഷൻ. നോക്കി, ഇത് നമ്മുടെ സിലോജിസം എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ? സിലോജിസം നമ്മൾ പഠിച്ചാണ്. സോ സിലോജിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കി? സിലോജിസത്തിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കി? ഓൾ ബെൽറ്റ്സ് ആർ ഷൂസ്, ഓൾ ഷൂസ് ആർ ക്യാപ്സ്, സം ഹാറ്റ്സ് ആർ ക്യാപ്സ്, സം ക്യാപ്സ് ആർ ബെൽറ്റ്സ്, സം ഹാറ്റ്സ് ആർ ഷൂസ്, ഓൾ ഷൂസ് ആർ ബെൽറ്റ്സ്. അതൊക്കെ കൺക്ലൂഷനാണ്. സോ ഇത് ഫോളോ ചെയ്യുമല്ലേ നോക്കി?
മക്കളെ നോക്കി ഇവിടെ എന്താണ് ഓൾ ബെൽറ്റ്സ് ആർ ഷൂസ്. സോ നമ്മൾ ഇതാണ് എല്ലാ ബെൽറ്റും എന്താണ് ഷൂസാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ ഷൂസ്. അടുത്തത് ഓൾ ഷൂസ് ആർ ക്യാപ്സ്. എല്ലാ ഷൂസും എന്താ ക്യാപ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, അടുത്തത് സം ഹാറ്റ്സ് ആർ ക്യാപ്സ്. കുറച്ച് ഹാറ്റ്സ് എന്താണ് ക്യാപ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതുക. അപ്പം നമ്മുടെ വെൻ ഡയഗ്രാം ഓക്കെ ആയി. ഇതാണ് നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രാം. സോ ഇതിനെ വെച്ചുകൊണ്ട് നമ്മുടെ കൺക്ലൂഷൻ നോക്കി. സം ക്യാപ്സ് ആർ ബെൽറ്റ്സ്. നോക്കി, സം ക്യാപ്സ് ആർ ബെൽറ്റ്. സത്യമല്ലേ? കാരണം എന്താ, എല്ലാ ബെൽറ്റും ഷൂസാണ്, എല്ലാ ഷൂസും ക്യാപ്പാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ബെൽറ്റും ക്യാപ്സ് അല്ലേ? ആണോ? എല്ലാ ബെൽറ്റും ക്യാപ്സ് ആണ്. ഇവിടെ ചോദിച്ചെന്താ സം ക്യാപ്സ് ആർ ബെൽറ്റ് എന്ന. എല്ലാ ബെൽറ്റും ക്യാപ്പാണെങ്കിൽ ആ ക്യാപ്പുകളിൽ കുറച്ചെണ്ണം, അതായത് ഈ റീജിയൻ എന്ന് പറയുന്നത് എന്താ ബെൽറ്റ് അല്ലേ? അപ്പോൾ ഒന്നാമത്തത് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. 2 സം ഹാറ്റ്സ് ആർ ഷൂസ്. സം ഹാറ്റ്സ് ആർ ഷൂസ് എന്നാണ് പറഞ്ഞത്. ആണോ? അല്ല. കാരണം ഇവിടെ ഹാറ്റ്സും ക്യാപ്സും തമ്മിൽ ഇവിടെ കണക്ഷനുള്ളു. ഹാറ്റ്സും ഷൂസും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. സോ സം ഹാറ്റ്സ് ആർ ഷൂസ് എന്നുള്ളത് എന്താണ്? തെറ്റാണ്. 3 ഓൾ ഷൂസ് ആർ ബെൽറ്റ്സ്. എല്ലാ ഷൂസും ബെൽറ്റ് ആണെന്നാണ് പറയുന്നത്. തെറ്റല്ലേ? എല്ലാ ബെൽറ്റും ഷൂസാണ്, പക്ഷെ എല്ലാ ഷൂസും ബെൽറ്റ് ആണോ? അല്ല. അത് തെറ്റല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതാ? 1 ഫോളോസ്. പിടികിട്ടിയോ? ഏതാ? 1 മാത്രമേ ഫോളോ ചെയ്യത്തുള്ളൂ. അത് സിലോജിസത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കി. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് ക്ലൗഡ് ഈസ് റിട്ടൺ ആസ് DMNTE ആൻഡ് മാംഗോ ഈസ് റിട്ടൺ ആസ് NZOHN. ഹൗ വിൽ പാസ്റ്റർ ബി റിട്ടൺ ഇൻ ദാറ്റ് ലാംഗ്വേജ്? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുമ്പം ക്ലൗഡ് എന്നുള്ളത് ഇവർ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മാംഗോ എന്നുള്ളത് എങ്ങനെ എഴുതാമെന്നാണ് ചോദ്യം. എഴുതാൻ പറ്റുമോ? നോക്കി, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ? നോക്കി, നമ്മൾ ക്ലൗഡ് എന്ന് നോക്കുമ്പം സീൻ്റെ കൂടെ എന്ത് ചെയ്ത് +1 കൂട്ടുമ്പോഴാണ് D വന്നത്. എല്ലിൻ്റെ കൂടെ +1 കൂട്ടുമ്പോഴാണ് M വന്നത്. ആണോ? ഇവിടെ നമ്മൾ നോക്കുമ്പം ഓയുടെ കൂടെ +1 കൂട്ടിയാൽ എന്താ P ആണ് പറഞ്ഞത്, പക്ഷെ ഇവിടെ N ആണ്. അപ്പോൾ O-1 അല്ലേ ഇത്? യുവിൻ്റെ കൂടെ +1 കൂട്ടിയാൽ എന്താ V ആണ്, പക്ഷെ ഇവിടെ എന്താ T ആണ്. അപ്പം -1 അല്ലേ? സോ D +1 E ആണ്. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലായി? നോക്ക്, ഈ സിയും എല്ലും ഡിയും അത് കൺസണൻസ് ആണ്. ഓയും യുവും എന്താ വവൽസ് ആണ്. പിടികിട്ടിയോ? വവൽസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്തത്? കൺസണൻസിൻ്റെ എല്ലാം കൂടെ +1ഉം വവൽസിൻ്റെ എല്ലാം കൂടെ എന്ത് ചെയ്തു? -1ഉം ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ കൺസണൻസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? +1 ചെയ്യണം, വവലിൻ്റെ കൂടെ -1 ചെയ്യണം. കൺസണൻസ് +1, കൺസണൻറ്റ് +1, വവൽ -1. സോ M+1 എന്താ? N ആണ്. സോ എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. ഓ സോറി ക്വസ്റ്റ്യനിൽ മാംഗോൻ്റെ കോഡ് വേണ്ട ഇവർ ഡയറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാംഗോൻ്റെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. NZOHN ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പക്ഷേ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്ററിൻ്റെ കോഡാണ് നമ്മുടെ ചോദിച്ചത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇത് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. സോ PASTEUR. സോ ഇങ്ങനെ വരുമ്പം Pൻ്റെ കൂടെ +1 അല്ലേ, Aൻ്റെ കൂടെ -1, Sൻ്റെ കൂടെ +1 ആണ്, Tൻ്റെ കൂടെ +1 ആണ്, E -1 ആണ്, U -1, RO +1 ആണ്. സോ P+1 എന്താ? Q ആണ്. സോ Qവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ഇത് Qവിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് കളയാം. ബാക്കി നോക്കുമ്പം നമ്മൾ ഈ രണ്ടാമത്തത് കണ്ടുപിടിക്കാം. നമ്മൾ കണ്ടുപിടിക്കുമ്പം A-1 എന്ന Z അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ വെട്ടിക്കളയാമല്ലോ. അടുത്തത് S+1 എന്താ? T അല്ലേ? സോ QZT എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ വേണ്ടിയതല്ലേ? ഇവിടെ QZR ആണ്. സോ ആൻസർ ഏതാ? വേണ്ടിയതാണ് സെക്കൻഡ് ഓപ്ഷൻ. അടുത്ത നോക്കി,
ഇത് നമ്മുടെ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യനിലെ സോ ഇത് ചെയ്യാൻ പറ്റുമോ നോക്കി. ഈ ബി തന്നെ ഇവിടെ എഴുതാവേ പെട്ടെന്ന് മനസ്സിലാവാൻ. നോക്കി, ഇത് ബ്ലഡ് റിലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എ പേഴ്സൺ ബി മീൻസ് എ ഈസ് ദി ഡോട്ടർ ഓഫ് ബി, എ ആൻഡ് ബി മീൻസ് എ ഈസ് ദി വൈഫ് ഓഫ് ബി, ആൻഡ് എ ഹാഷ് ബി മീൻസ് എ ഈസ് ദി സൺ ഓഫ് ബി. Then how is G related to Z in the expression? V person G and H hash L and Z. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് ജി എന്ന് പറയുന്ന ആൾ ഇസഡുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് ചോദ്യം. നിങ്ങൾക്കിത് റിവേഴ്സിൽ ചെയ്യാം, വേണമെങ്കിൽ ഇത് ആലോചിച്ചിട്ട് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയഗ്രാം വരയ്ക്കാം. സോ നിങ്ങൾ ഡയഗ്രാമാണ് വരയ്ക്കുന്നതെങ്കിൽ വി പെർസെൻറ്റേജ് ജി എന്നാണ് പറഞ്ഞത്. സോ വി പെർസെൻറ്റേജ് ജി എന്ന് പറഞ്ഞാൽ എന്താ? വി ഈസ് ദി ഡോട്ടർ ഓഫ് ജി. വി എന്ന് പറയുന്ന ആൾ ഡോട്ടറാണ്. ആരുടെ ഡോട്ടറാണ്? ജിയുടെ ഡോട്ടറാണ്. ഇതാണ് ഈ ഫസ്റ്റ് ഇതിൻ്റെ മീനിങ്. സോ അടുത്ത് ജി ആൻഡ് എൽ എന്നാണ് പറഞ്ഞത്. സോ ജി ആൻഡ് എൽ എന്ന് പറഞ്ഞാൽ എന്താ? ജി ആൻഡ് എൽ എന്ന് പറഞ്ഞാൽ ജി ഈസ് ദി വൈഫ് ഓഫ് എൽ എന്നാണ്. ജി എന്താണ്? വൈഫാണ്. ആരുടെ വൈഫാണ്? എല്ലിൻ്റെ വൈഫാണ്. ഓക്കെ, ഇനി സോ എൽ അല്ല എച്ച്, എച്ചിൻ്റെ വൈഫാണ്. ഇനി എച്ച് ഹാഷ് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ഈസ് ദി സൺ ഓഫ് എൽ എന്നാണ്. എച്ച് എന്താണ്? സണ്ണാണ്. ആരുടെ സണ്ണാണ്? എല്ലിൻ്റെ സണ്ണാണ്. എൽ എന്ന് പറയുന്ന ആളുടെ സണ്ണാണ് എച്ച്. ലാസ്റ്റ് എൽ ആൻഡ് ഇസഡ് എന്നാണ് പറഞ്ഞത്. സോ എൽ ആൻഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ആൻഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എൽ ഈസ് ദി വൈഫ് ഓഫ് ഇസഡ് എന്നാണ്. എൽ എന്താ? വൈഫാണ്. ആരുടെ വൈഫാണ്? ഇസഡിൻ്റെ. അപ്പം ഇതാണ് നമ്മുടെ ഡയഗ്രാം കിട്ടിയത്. എന്താണ് നമുക്ക് കിട്ടിയ ഡയഗ്രാം? സോ ഇവിടെ ചോദിച്ചത് ഹൗ ഈസ് ജി റിലേറ്റഡ് ടു ഇസഡ്. ഈ ജി എന്ന് പറയുന്ന ആൾ ഇസഡിൻ്റെ ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇസഡിനെ സംബന്ധിച്ച് ഇസഡിൻ്റെ മകനാണ് എച്ച്. സോ എച്ചിൻ്റെ വൈഫാണ് ജി. സോ മകൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? മകൻ്റെ വൈഫ് ആയതാ? ഡോട്ടർ ഇൻലോ അല്ലേ? മകൻ്റെ വൈഫ് ആയതാ? ഡോട്ടർ ഇൻലോ ആണ്. ആണോ? സോ മകൻ്റെ വൈഫ് ഡോട്ടർ ഇൻലോ ആണ്, മരുമകളാണ്. സോ ഓപ്ഷൻ. നിങ്ങൾക്കിത് വേണമെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, എൽ ആൻഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എൽ ഈസ് ദി വൈഫ് ഓഫ് ഇസഡ്. അപ്പോൾ ഇസഡിൻ്റെ ഭാര്യയാണ് എൽ. എച്ച് ഹാഷ് എൽ എന്ന് പറഞ്ഞാൽ എച്ച് ഈസ് ദി സൺ ഓഫ് എൽ എന്നാണ്. അപ്പോൾ ഇസഡിൻ്റെ മകനാണ് എച്ച്. ജി ആൻഡ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ചിൻ്റെ ഭാര്യയാണ് ജി. സോ ഇസഡിൻ്റെ മകൻ്റെ ഭാര്യ. പക്ഷെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആണ്. ഓക്കെ, അതല്ല നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ? സെക്കൻഡ് ഓപ്ഷൻ. ഇത് തന്നെ ചെയ്യാൻ പറ്റുമോ? നോക്കി ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് 6 പ്രൊഫഷണൽ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് പവൻ, നയൻ, രത്തൻ, ശിവ, തനുജ ആൻഡ് ഉർമിള are sitting around a hexagonal table, each at one corner, and are facing the center of the hexagonal table. Hexagonal table എന്ന് പറഞ്ഞാൽ എന്താ? 6 സൈഡുള്ള ടേബിൾ. അപ്പോൾ 6 സൈഡുള്ള ടേബിൾ എന്ന് പറയുമ്പോൾ ഇതല്ലേ? 1, 2, 3, 4, 5, 6. ഇതാണ് നമ്മുടെ ഹെക്സഗണൽ ടേബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇവരെല്ലാം എവിടെയാണ് ഇരിക്കുന്നത്? ഈച്ച് അറ്റ് ദി കോർണറാണ്. അതായത് ഈ ഓരോ കോർണറിലുമാണ് ഇവരിയ്ക്കുന്നത്. ഇവരെല്ലാം എങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? സെൻറ്ററിലേക്ക് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് പറയുന്നു പവൻ ഈസ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ഊർമിള. സോ ഇവിടെയാണ് ഊർമിള ഇരിക്കുന്നതെന്ന് വെക്കുക. ഇവിടെയാണ് ഊർമിള ഇരിക്കുന്നത് വെച്ചാൽ ഊർമിളയുടെ സെക്കൻഡ് ലെഫ്റ്റാണ് പവൻ. അപ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് ഏതാ? വേണ്ടത്. സെക്കൻഡ് ലെഫ്റ്റ് ഏതാ? ഇതാണ് പവൻ. അടുത്തത് 9 ഈസ് ദി നെയ്ബർ ഓഫ് രത്തൻ ആൻഡ് ശിവ. 9 എന്ന് പറയുന്ന ആൾ രത്തൻ്റെയും ശിവയുടെയും നെയ്ബറാണ്. അപ്പം 9 എന്തായാലും ഒരിക്കലും എനിക്ക് ഇവിടെ എഴുതാൻ പറ്റത്തില്ല. കാരണം 9 എന്ന് പറയുന്ന ആൾ രത്തൻ്റെയും ശിവയുടെയും നെയ്ബറാണ്. അപ്പം 9 എനിക്ക് എന്തായാലും ഇവിടെ അല്ലേ എഴുതാൻ പറ്റൂ?
9 ഇവിടെ വന്നെങ്കിൽ മാത്രമേ രത്തനും ശിവയും അവിടെയോ ഇവിടെയോ വന്നിട്ട് രണ്ടുപേരും നെയ്ബറായിട്ട് വരികയുള്ളൂ. തനുജ ഈ സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ശിവ. ശിവയുടെ സെക്കൻഡ് ലെഫ്റ്റ് ആണ് ആര്? തനുജ ഈ സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ശിവ. അപ്പോൾ ശിവ എന്തായാലും നേരിട്ട് ഇവിടെ വരാൻ പോകുന്നില്ല. ശിവ ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, അത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ശിവയുടെ സെക്കൻഡ് ലെഫ്റ്റ് ആണ് തനുജ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശിവ ഇവിടെ വരികയാണെന്ന് വെച്ചു. അപ്പോൾ ശിവയുടെ സെക്കൻഡ് ലെഫ്റ്റ് ഏതാ? ഇതല്ലേ ആണോ? അപ്പോൾ ശിവ ഇവിടെ വന്നാൽ ഉള്ള കുഴപ്പം എന്താ? ശിവ ഇവിടെ വന്നാലുള്ള കുഴപ്പം എന്താ? ശിവ ഇവിടെ വന്നാൽ ശിവയുടെ സെക്കൻഡ് ലെഫ്റ്റ്, ഫസ്റ്റ് ലെഫ്റ്റ് സെക്കൻഡ് ലെഫ്റ്റ്, അപ്പോൾ ഇവിടെ തനുജ വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ട് എഴുതാൻ പറ്റാത്തല്ലേ? കാരണം 9ൻ്റെ നെയ്ബേഴ്സായിട്ട് ശിവയും പിന്നെ രത്തനും വേണം, ആണോ? അപ്പോൾ ഒരിക്കലും ശിവനെ ഇവിടെ എഴുതാൻ പറ്റില്ല. അപ്പോൾ പിന്നുള്ള ഓപ്ഷൻ എന്താ? ശിവ എന്തായാലും വേണ്ടി ഇവിടെ വന്നേ പറ്റൂ. സോ ശിവ ഇവിടെ വന്നാൽ ശിവയുടെ സെക്കൻഡ് ലെഫ്റ്റ് ആണ് ആര്? തനുജ. അപ്പോൾ തനുജ ഇവിടെ വരും, രത്തൻ വേണ്ടി ഇവിടെ വന്നേ പറ്റൂ. 6 പേരായല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഹു അമോങ് ദ ഫോളോയിങ് ആർ ദ നെയ്ബേഴ്സ് ഓഫ് പവൻ എന്നാണ് ചോദിച്ചത്. പവൻ്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണെന്നാണ് ചോദ്യം. സോ പവൻ്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണ്? പവൻ്റെ നെയ്ബേഴ്സ് രത്തനും തനുജയും. മനസ്സിലായോ? രത്തനും തനുജയുമാണ് ആര്? പവൻ്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അടുത്ത നോക്കി, എന്താ നമ്മുടെ അനലോജി എന്ന ചാപ്റ്ററിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൗസ് ഈസ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ ഇൻ ദി സെയിം വേ ആസ് ഫ്ലാഷ് ഈസ് റിലേറ്റഡ് ടു ഡാഷ്. മൗസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഫ്ലാഷ് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാമറയല്ലേ? സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ടൈം ഇൻ ദി സെയിം വേ ആസ് ദി സെക്കൻഡ് ടൈം ഈസ് റിലേറ്റഡ് ടു ദി ഫസ്റ്റ് ടൈം. അതായത് ഇതും അനലോജി അല്ലേ, അല്ലെങ്കിൽ സിമിലാരിറ്റിയാണ്. സോ അനലോജി എന്ന് പറയുമ്പോൾ ഇവ തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട്. ആ സെയിം കണക്ഷൻ ഇവിടെ അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും എന്നതാണ് ചോദ്യം. കണ്ടുപിടിക്കാൻ പറ്റുമോ? നോക്കി, ഇവിടെ പ്ലം എന്നുണ്ട്, PLUM, KOFN എന്നുണ്ട്, KOFN എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇവ തമ്മിലുള്ള കണക്ഷൻ എന്താ? പിയും കെയും തമ്മിലുള്ള കണക്ഷൻ എന്താ? തേർഡ് ഓപ്ഷൻ നോക്കാം. പിയും കെയും തമ്മിലുള്ള കണക്ഷൻ എന്താ? പിൻ്റെ ഓപ്പോസിറ്റാണ് കെ എന്നുള്ളത് ആണല്ലോ. എല്ലിൻ്റെ ഓപ്പോസിറ്റാണ് ഒ, യുവിൻ്റെ ഓപ്പോസിറ്റാണ് എഫ്, എമ്മിൻ്റെ ഓപ്പോസിറ്റാണ് എൻ. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായി? അഡീഷണൽ സബ്ട്രാക്ഷൻ ഒന്നുമല്ല, ഇവിടെ ഓപ്പോസിറ്റാണ് എഴുതിയിരിക്കുന്നത്. സോ നമ്മൾ മിസ്റ്റ് എന്നുള്ള എടുക്കുകയാണെങ്കിൽ MIST. സോ എമ്മിൻ്റെ ഓപ്പോസിറ്റ് എൻ ആണ്. സോ നമ്മൾ ഓപ്ഷൻ നോക്കുക, എന്നിൽ സ്റ്റാർട്ട് ചെയ്യാത്ത എല്ലാം കട്ട് ചെയ്ത് കളയാമല്ലോ. ഓക്കെ, സെക്കൻഡ് ഐ ഉണ്ട്, ഐൻ്റെ ഓപ്പോസിറ്റ് R ആണ്. എസിൻ്റെ ഓപ്പോസിറ്റ് എന്താ? H ആണ്. SH എന്നാണ്. അപ്പോൾ ഇവിടെ H പറഞ്ഞു. സോ NRH എന്നുള്ളത് വേണ്ടി ഇതല്ലേ ഓപ്ഷൻ? തേർഡ് ഓപ്ഷൻ. ടീൻ്റെ ഓപ്പോസിറ്റ് ഏതാ? G ആണ്. മനസ്സിലായോ? സോ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഓപ്പോസിറ്റ് ആൽഫബറ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ മിസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? NRHG ആണ്. NRHG ആണ്. സോ ഇവിടുത്തെ ഓപ്ഷൻ മിസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏതാ വരിക? N ഉണ്ട്, R ഉണ്ട്, H ഉണ്ട്, G ഉണ്ട്. എമ്മിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് N ആണുള്ളത്, ഐൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് R ഉണ്ട്, എസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് H ഉണ്ട്, ടീൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് G ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓപ്ഷൻ ഏതാ വരിക? തേർഡ് ഓപ്ഷൻ. മനസ്സിലായോ? സോ അങ്ങനെ അടുത്ത് നോക്കി, എന്താണ്? കണ്ടിന്യൂസ് സീരീസ് പാറ്റേൺ ആണ്. സോ കണ്ടിന്യൂസ് സീരീസ് പാറ്റേണിനകത്ത് ഇത് എന്ത് വരും? LP-ST-QT-L-ST. സോ ഇവിടെ എന്താ വരിക? ഫസ്റ്റ് ഓക്കെ, ഇവിടെ നമുക്ക് LP-ST എന്നുണ്ട്, LP-ST എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡാഷ് 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 ഡാഷ്. സോ ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു രീതി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം എത്ര, അത് ഈ ഡാഷ് ഉൾപ്പെടെ മൊത്തം എത്ര ആൽഫബറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് അവിടെ 10 എണ്ണം ഉണ്ടെന്ന് വെച്ചു, ഈ 10നെ നമുക്ക് 5 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ 15 എണ്ണം ഉണ്ടെന്ന് വെച്ചു, ഈ 15 എണ്ണത്തിനെ നമുക്ക് 5 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ 21 എണ്ണം ആണെങ്കിൽ നമുക്ക് 7 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അല്ലെങ്കിലോ 3 അങ്ങനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും.
നമുക്ക് എളുപ്പത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന 7 എണ്ണം വെച്ചായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഒന്നി അങ്ങനെയൊക്കെ ചിന്തിച്ച് വേണമെങ്കിൽ എഴുതാം. ചിന്തിക്കാതെ എഴുതണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി LP-ST എന്നുണ്ട്, -Q-T, L-ST എന്നുണ്ട്. അപ്പോൾ ഇവിടെയും ST ഉണ്ട്, ഇവിടെയും ST ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ടിക്ക് മുന്നേ നമുക്ക് എസ് വരണം. ടിക്ക് മുന്നേ എന്ത് പറഞ്ഞാൽ എസ് വരണം. അപ്പോൾ ഇവിടെ ടിക്ക് മുന്നേ എസ് അല്ലേ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും എസ് വന്നല്ലേ പറ്റൂ. അതായത് 1, 2, 3 നാലാമത്തെ ഡാഷിൽ എസ് വരണം. സോ ഇവിടെ നോക്കുമ്പോൾ 1, 2, 3 നാലാമത്തെ ഡാഷിൽ എസ് ആണോ? അല്ല. 1, 2, 3, 4 എസ് ആണോ? അല്ല. 1, 2, 3, 4 എസ് ആണോ? അല്ല. 1, 2, 3, 4 എസ് ആണോ? ആണ്. അപ്പോൾ അതായിരിക്കും വരാൻ സാധ്യതയുള്ളത്. മനസ്സിലായി? സോ നിങ്ങൾ ഇനി കൺഫേം ചെയ്യാൻ വേണ്ടി ഇവിടെ വേണമെങ്കിൽ ഇവിടെ എഴുതിയോ, ഇവിടെ Q, ഇവിടെ L, ഇവിടെ P, ഇവിടെ S, ഇവിടെ P, ഇവിടെ Q. സോ ഇങ്ങനെ വരികയാണെങ്കിൽ LP-QST, LP-QST, LP-QST പാറ്റേൺ കറക്റ്റായിട്ട് വരുന്നുണ്ടോ? പാറ്റേൺ കറക്റ്റായിട്ട് വരുന്നുണ്ടോ? LP-QST, LP-QST, LP-QST ഇങ്ങനെ കറക്റ്റ് പാറ്റേൺ ആണ് വന്നത്. അപ്പോൾ അവിടെ ആൻസർ എന്താ? ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ? മനസ്സിലായോ? LP-QST. ഓക്കെ, എന്താണ്? പേപ്പർ ഫോൾഡിങ് ആണ്. സോ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. പേപ്പർ ഫോൾഡിങ് ആണ്. സോ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. ഓക്കെ, ഇവിടെ നമ്മൾ പേപ്പർ ഫോൾഡ് ചെയ്ത് എത്രയായിട്ട് ഫോൾഡ് ചെയ്തു? ഓക്കെ, ആദ്യം പേപ്പറിനെ നമ്മൾ പകുതിയാക്കി, ആ പേപ്പറിനെ വീണ്ടും ഒന്നുകൂടെ പകുതിയാക്കി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എന്നിട്ട് ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുന്നു. ഇങ്ങനെ കട്ട് ഇവിടെ കൊടുത്തു, മുകളിൽ ഇവിടെ കട്ട് കൊടുത്തു, എന്നിട്ട് ഇവിടെ കട്ട് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഇനി ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഓപ്പൺ ചെയ്യണ്ടേ. അപ്പം ലാസ്റ്റ് ഇങ്ങോട്ടാണ് ക്ലോസ് ചെയ്തതെങ്കിൽ നമ്മൾ ഇനി അടുത്തത് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് അങ്ങോട്ടായിരിക്കണ്ടേ? ആണോ? സോ മുകളിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത് ഈ സൈഡിനോട് ചേർന്നാണ് വേണ്ട ഈ ചെറിയ ബോക്സ് ഉള്ളത് ആണല്ലോ. അപ്പം മുകളിലേക്ക് ഓപ്പൺ ചെയ്യുമ്പം വേണ്ട ഈ ബോക്സ് ഇവിടെ വരണം. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വേണ്ട ഇവിടെ ബോക്സ് ഇപ്പുറത്തെ സൈഡിലായി പോയി. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റല്ലേ? ഇവിടെ ബോക്സ് ഉണ്ട്, ഇവിടെ സെൻട്രലായി പോയി. ഈ ബോക്സ് സെൻട്രലാണോ? നമ്മുടെ ഈ ബോക്സ് സെൻട്രലാണോ ഇരിക്കുന്നത്? അല്ലല്ലോ, അതുകൊണ്ട് ഈ കോർണറിനോട് ചേർന്നല്ലേ. ഇവിടെ എന്ത്? സെൻറ്ററിലായി പോയി. അപ്പോൾ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇവിടെ ഓക്കെയാണ്, ഇവിടെ ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഒന്നുകിൽ എ അല്ലെങ്കിൽ സി ആണ്. ഓക്കെ, അപ്പം നോക്കി, ഈ പോർഷനും ഈ പോർഷനും ഇവിടെ സെയിം ആണല്ലോ. ഈ പോർഷനും ഇവിടെ സെയിം ആണല്ലോ. നമ്മളിനി ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അടുത്ത് നമ്മൾ നോക്കുമ്പം ഈ പോർഷനും ഇവിടെയും സെയിം ആണ്. അപ്പം വ്യത്യാസമുള്ളത് എവിടെയാണ്? വേണ്ടേ, നമുക്ക് ഈ പിക്ചർ കാണുമ്പം തന്നെ അറിയാം. നോക്കി, ഇത് വേണ്ട, ഇതിവിടെയല്ലേ? എക്സാക്റ്റ് നേരെ അല്ലല്ലോ, ശകലം സ്ലാൻഡേഡ് അല്ലേ, ചരിഞ്ഞല്ലയോ. ഇവിടെ ഒരെണ്ണമാണെങ്കിൽ ഡയഗണലായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ പിക്ചറിൽ തന്നിരിക്കാൻ വേണ്ടേ കറക്റ്റ് മുകളിലായിട്ടല്ലേ? ആണോ? അപ്പോൾ ഇതെന്തായാലും ആൻസർ വരില്ല. അപ്പോൾ ഏതേ ഓപ്ഷനിൽ വരൂ? സി എ വരികയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അടുത്ത ഏതാ? എളുപ്പമല്ലേ? ഇതെന്താ? ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ്. ഓപ്ഷൻ ഏതാ? തേർഡ് ഓപ്ഷൻ. നോക്കാം. നോക്കി, ഇവിടെ എല്ലാം ഇംഗ്ലീഷ് ആൽഫബറ്റിക്കലോ ഡിക്ഷണറി ബേസിൽ ഇതെങ്ങനെ വരുമെന്നാണ് ചോദിച്ചത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ് എം ആണ്, സെക്കൻഡ് ആൽഫബറ്റും സെയിം ആണ്, MI എന്നല്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ തേർഡ് ആൽഫബറ്റ് നോക്കുക. സോ തേർഡ് ആൽഫബറ്റ് നോക്കുമ്പോൾ ഇവിടെ നിന്നുണ്ട് എസ്, ഇവിടെ എസ്, ഇവിടെ എല്, ഇവിടെ എസ്, ഇവിടെ എല്. അപ്പോൾ എല്ലാണോ എസ് ആണോ ആദ്യം വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എല്ലാണ്. സോ എല്ല് വെച്ചിട്ട് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആരാണ് ഫസ്റ്റ്, ആരാണ് സെക്കൻഡ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇവിടെ MILL, ഇവിടെയും MILL സെയിം അല്ലേ. സോ അതിന് ശേഷം വരുന്നത് ഇവിടെ നിന്നുണ്ട് ഇ ഉണ്ട്, ഇവിടെ നിന്നുണ്ട് ഐ ഉണ്ട്. ഇ ആണോ ഐ ആണോ ഫസ്റ്റ് വരുന്നത്? ഇ അല്ലേ ഫസ്റ്റ് വരുന്നത്. അപ്പം എന്തായാലും തേർഡ് വണ്ണായിരിക്കണം ഫസ്റ്റ് വരേണ്ടത്. സെക്കൻഡ് വരുന്ന ആരാ? ഇതായിരിക്കും. അപ്പം 3, 5 എന്ന് വരണം. സോ ഈ ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം 3, 5 തുടങ്ങുന്നത്.
അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് വൺ കണ്ടോ ഡിഫറൻ്റ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് വേർഡ് കണ്ടുപിടിച്ചാൽ പോരെ. ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് വേർഡ് നമ്മൾ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ എളുപ്പമാവത്തില്ലേ? നോക്കി, MIS എസ് ഉണ്ട്, ഇവിടെ നിന്നുണ്ട്, സി ഉണ്ട്, ഇവിടെ നിന്നുണ്ട്, സി ഉണ്ട്, ഇവിടെ നിന്നുണ്ട്, സി ഉണ്ട്, കാര്യമില്ല. അടുത്ത് നോക്കുക, എച്ച് ഉണ്ട്, ഇവിടെയോ ആർ ഉണ്ട്, ഇവിടെയോ ഒ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിനകത്ത് എച്ച് ആണോ ആർ ആണോ ഒ ആണോ ലാസ്റ്റ് വരുന്നത്? ഒ അല്ലേ? സോറി, ആർ അല്ലേ? എച്ചും ആറും ഒയും ഉണ്ട്. സോ ഇതിനകത്ത് ലാസ്റ്റ് വരുന്ന ഏതാ? ആറല്ലേ? അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് വരാൻ പോകുന്ന വേർഡ് വേണ്ടതായിരിക്കും. ഇപ്പോൾ 2 എന്ന് പറയുന്നത് ഇതായിരിക്കും ഏറ്റവും ലാസ്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 ലാസ്റ്റ് വരുന്ന ഏതാ? വേണ്ടി ഇതല്ലേ ഉള്ളു അല്ലേ? അപ്പോൾ ആൻസർ ഏതാ? ഫോർത്ത് ഓപ്ഷൻ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കി. നമ്മുടെ റാങ്കിങ്ങിൻ്റെ ഒരു പ്രോബ്ലമാണ്. സോ ചെയ്യാൻ പറ്റുമോ നമുക്ക്? നോക്കി, 5 persons are standing in a row facing north. 5 പേരുണ്ട്, അവർ നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, G is standing at the second place to the right of J. സോ J ഇപ്പം എല്ലാം നോർത്തിലേക്കല്ലേ ഫേസ് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ J ഇരിക്കുന്നതിൻ്റെ G is standing at the second place to the right of J. ജെയുടെ റൈറ്റിൽ സെക്കൻഡ് പ്ലേസിലാണ് G ഇരിക്കുന്നത്. ഇപ്പം ഇങ്ങനെയല്ലേ വരിക? J ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ സെക്കൻഡ് പ്ലേസിലാണ് G ഉള്ളത് അല്ലേ? അടുത്തത്, H is not next to K. അപ്പം മൊത്തം ഇവിടെ 5 പേരാണുള്ളത്. സോ എച്ചും കെയും അടുത്തടുത്തല്ല എന്ന് പിടികിട്ടി. എച്ചും ജെയും അടുത്തടുത്തല്ല. അടുത്തത്, ഇഫ് എം ഈസ് സ്റ്റാൻഡിങ് സെക്കൻഡ് ഫ്രം ദി എക്സ്ട്രീം റൈറ്റ്. എക്സ്ട്രീം റൈറ്റിൽ നിന്ന് സെക്കൻഡാണ് എം ഉള്ളത്. Then who is standing at the extreme left end of the row? സോ ഇതിൻ്റെ നോക്ക്, മൊത്തം 5 പേരല്ലേ ആണോ? മൊത്തം 5 പേരാണ്. സോ ആൻസർ ജെ ആണ്. നോക്ക്, മൊത്തം 5 പേരാണ് ഇവിടെ ഉള്ളത്. സോ ഈ 5 പേരുള്ളതിനകത്ത് ഇവർ പറയുന്നു G is standing at the second place to the right of J. ജെയുടെ റൈറ്റിലേക്ക് സെക്കൻഡ് പ്ലേസ് ആണ് G ഉള്ളത്. നെക്സ്റ്റ്, H is not next to K. സോ മൊത്തം 5 പേരാണ്. സോ ഇവിടെ 3 ആയി. അപ്പോൾ ഇനി 4, 5 എന്നുള്ളത് ഒന്നുകിൽ ഇവിടെ 4ഉം 5ഉം വരാം, അല്ലെങ്കിലോ 2 പേര് ഇവിടെ വരാം, 4ഉം 5ഉം വരാം. ഓക്കെ, അല്ലെങ്കിൽ ഒരാൾ ഇവിടെയും അങ്ങനെ വേണമെങ്കിൽ വരാം. സോ എങ്ങനെ വേണമെങ്കിലും വരാം, നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ പറഞ്ഞിരിക്കും എച്ചും ജെയും ഒരുമിച്ചല്ല ഉള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, സെക്കൻഡ് അവർ പറയുന്നത് എം ഈസ് സ്റ്റാൻഡിങ് സെക്കൻഡ് ഫ്രം ദി എക്സ്ട്രീം റൈറ്റ് എൻഡ്. എക്സ്ട്രീം റൈറ്റ് എൻഡിൽ നിന്ന് സെക്കൻഡാണ് എം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പോസിബിലിറ്റി ജി എന്ന് പറയുന്ന എക്സ്ട്രീം റൈറ്റ് ആണെന്ന് വെച്ചു. അപ്പോൾ എം എവിടെ വരും? ഇവിടെ വരും. അപ്പോൾ ഇത് എക്സ്ട്രീം റൈറ്റ് എൻഡ് ആണെങ്കിൽ ബാക്കി 2 പേര് ഇവിടെ അല്ലേ വരിക. സോ ഈ 2 പ്ലേസിൽ ആരൊക്കെ വരണം? നമ്മുടെ കെയും എച്ചും വരണം. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഈ എച്ചും കെയും അടുത്തടുത്തുള്ളവരല്ല. അപ്പോൾ ഈ പോസിബിലിറ്റി നടക്കില്ല. അപ്പോൾ പിന്നെ എന്താ നടക്കുക? എക്സ്ട്രീം റൈറ്റ് എൻഡിൽ നിന്ന് സെക്കൻഡാണ് എം എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്ട്രീം റൈറ്റ് എൻഡ് ഇവിടെ ഉണ്ടെന്ന് വെച്ചു. സോ സെക്കൻഡ് നിൽക്കുന്നതാണ് എം. എം ഈസ് സ്റ്റാൻഡിങ് സെക്കൻഡ് ഫ്രം ദി എക്സ്ട്രീം റൈറ്റ് എൻഡ്. അപ്പോൾ ഈ പോസിബിലിറ്റി നടക്കുമല്ലോ. അപ്പോൾ ഇനിയും കെയും എച്ചും ഇവിടെയോ എഴുതാം. ഒന്നുകിൽ ഇവിടെ കെ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ എഴുതാം. ഓക്കെ, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എഴുതാം. നമ്മൾ അത് അറിയേണ്ട ആവശ്യമില്ല. കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചെന്താ? എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിൽ ആരാണെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ ഏതാ? ജെ. എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിൽ ആരാണെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ ഏതാ? ജെ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കി. സോ ഇത് സീരീസിൻ്റെ ഒരു പ്രോബ്ലം ആണ്. നോക്കി, ഇത് ഇച്ചിരി ബ്ലറാണ്. നിങ്ങൾ ഒറ്റ നോക്കിയാൽ മതി. ഈ പിക്ചറിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾ നോക്കുമ്പം ഇവിടെ കണ്ടോ, ഇതിനകത്ത് മാത്രം ഈ സർക്കിളിനകത്ത് അകത്തേക്ക് ലൈൻ കട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പം അകത്തേക്ക് ലൈൻ കട്ടുണ്ട്, ബാക്കി ഒന്നിനകത്ത് അകത്തേക്ക് കട്ടില്ല. സോ ഇവിടെ വരുമ്പോൾ അതെന്ത് പറ്റി, കട്ട് ഇവിടെയായി. അപ്പോൾ ഇതെന്താ, ക്ലോക്ക് വൈസിൽ 90 ഡിഗ്രി ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇവിടെ നിന്ന് വേണ്ടി ഇവിടെ വന്നു 90 ഡിഗ്രി അല്ലേ, ഇവിടെ നിന്ന് വേണ്ടി ഇവിടെ വന്നു 90 ഡിഗ്രി അല്ലേ. അപ്പോൾ അടുത്തതിനെ എങ്ങോട്ട് വരണം, വേണ്ടി ഇവിടെ വരണം. സോ ഇവിടെ ആ കട്ടില്ല, അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. ഇവിടെ ആ കട്ടുണ്ട്, ഇവിടെ ആ കട്ടുണ്ട്, അപ്പോൾ നമ്മൾ പെട്ട്. 1 2 3 4 1 2 3 4 സർക്കിൾ. ഇത് സർക്കിളാണോ ഇതാണോ ഡൗട്ടാണ്. ഇല്ല പെടത്തില്ല, നോക്ക്. അപ്പം ഇവിടെ കട്ടുണ്ട്, ഇവിടെ കട്ടുണ്ട്, അത് സെയിം ആണല്ലോ. ബട്ട് ദി പ്രോബ്ലം ഈസ് ഇതിനകത്ത് 4th ഓപ്ഷൻ ആയിരിക്കണം ആൻസർ ആയിട്ട് വരിക. അതെന്തായാലും ഇത് ഓപ്ഷനിൽ ഇവിടെ കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് എല്ലാ സൈഡിലും സർക്കിൾ ഉണ്ടല്ലേ, എല്ലാ സൈഡിലും എന്തുണ്ട്, സർക്കിളുണ്ട്. ഇവിടെയുണ്ട്, 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 എല്ലായിടവും ഉണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതേടെ ഈ ഭാഗത്ത് സർക്കിളില്ല, 3 എണ്ണേ ഉള്ളൂ, ഇവിടെ ഇല്ല. മനസ്സിലായി? അപ്പോൾ നമ്മൾ ആ 4ാമത്തെ ഫിഗറിനകത്ത് എന്തായാലും ഇതുപോലെ തന്നെ വന്നിട്ട് എൻ്റെ ഇവിടെ ഈ സർക്കിളും കൂടെ വരും. അപ്പോൾ അതായിരിക്കും ഓപ്ഷനായിട്ട് വരിക. ഓക്കെ, ഇതിൽ എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. Select the Venn diagram that best illustrates the relationship between the following class: male, father, female. ഏത് വരും ആലോചിച്ചിട്ടോ? മെയിൽസ്, ഫാദേഴ്സ്, ഫീമെയിൽസ്. എ ഓപ്ഷൻ അല്ലേ? കാരണം എന്താ, ലോകത്തുള്ള എല്ലാ അച്ഛന്മാരും മെയിൽസ് അല്ലേ? എല്ലാ മെയിൽസും അച്ഛനാണെന്ന് പറയാൻ പറ്റുമോ? എല്ലാ മെയിൽസും അച്ഛനാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാ അച്ഛന്മാരും മെയിൽസാണ്, ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ? അല്ലേ? ഇപ്പോൾ നോക്കി, ഇപ്പോൾ ലോകത്തുള്ള എല്ലാ മെയിൽസിനെ ഞാൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ അച്ഛന്മാരെയും എടുക്കുകയാണ്. ഇതാണ് ഫാദർ, ഇതാണ് ലോകത്തുള്ള എല്ലാ ഫാദേഴ്സും. സോ ഈ ഫാദേഴ്സ് എല്ലാം എന്താ, മെയിൽസ് അല്ലേ? സോ ഫീമെയിൽ എന്ന് പറയുന്നത് ഈ കാറ്റഗറി അല്ലല്ലോ, അത് വേറെ കാറ്റഗറിയിൽ ഫീമെയിൽ എന്നുള്ളത്. സോ അങ്ങനെ ഓപ്ഷൻ ഏതാ? ഏ ഓപ്ഷൻ അല്ലേ? അല്ലേ? ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. In a certain code language, XCKP is coded as 6, 25, 19, 14 ഇങ്ങനെയാണ് തന്നത്. സോ നമ്മൾ ഇവിടെ നോക്കുമ്പം തേർഡ് വൺ. ഓക്കെ, നോക്കാം. നമ്മളിവിടെ നോക്കുമ്പം എക്സ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ആൽഫബറ്റാണ്? 24ാമത്തെ ആൽഫബറ്റാണ്. സോ ഇവിടെ എവിടെയെങ്കിലും 24 എന്നുള്ള നമ്പർ ഉണ്ടോ? ഇല്ല. പക്ഷേ 25 ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എങ്ങനെ ചിന്തിക്കാം? എക്സ് 24ാമത്തെ ആൽഫബറ്റാണ്. സോ +1 എഴുതിയിട്ട് അവർ ഇങ്ങനെ എഴുതി. ഇ എന്ന് പറഞ്ഞാൽ 5ാമത്തെ ആൽഫബറ്റാണ്, +1 ഇട്ടിട്ട് ഇങ്ങനെ എഴുതി. സോ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കെ എന്ന് പറഞ്ഞാൽ 11ാമത്തെ ആൽഫബറ്റാണ്. സോ 11 ഇവിടെ എഴുതേണ്ടത്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16ാമത്തെ ആൽഫബറ്റാണ്, 16 ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതല്ല അവിടെ പാറ്റേൺ. ഓക്കെ, അപ്പോൾ അതല്ല അവിടെ പാറ്റേൺ. അപ്പോൾ തെറ്റല്ലേ? അപ്പോൾ ഈ പാറ്റേൺ മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ആലോചിക്കുക. നോക്കാം, നമുക്കറിയാവുന്ന കാര്യം എക്സ് എന്ന 24ാമത്തെ ആൽഫബറ്റാണ്. സോ ഇവിടെ 6 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ എക്സ് 24ാമത്തെ ആൽഫബറ്റ് നമ്മൾ A to Z കൗണ്ട് ചെയ്യുമ്പോഴാണ് എക്സ് എന്നുള്ളത് 24 ആവുന്നത്. നമ്മൾ റിവേഴ്സിൽ കൗണ്ട് ചെയ്യാൻ വെച്ചു. Z1, Y2, എക്സ് 3. നമ്മൾ റിവേഴ്സിൽ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താ മോനെ? 3 ആണ്. എക്സിൻ്റെ വാല്യൂ എന്താ? 3 ആണ്. ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ 5 ആണ്, ബാക്കിലേക്ക് പോകുമ്പോൾ എത്രയാണെന്നറിയോ? 22 ആണ്. എത്ര? 22. നിങ്ങൾക്ക് ആ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ ഇ എന്ന് പറഞ്ഞ ABCDE അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ 5ാമത്തെ അല്ലേ? ആണോ? മൊത്തം 26 ആൽഫബറ്റ്സ് ആണോ ഉള്ളത്? ആണല്ലോ, മൊത്തം 26 ആൽഫബറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈയുടെ പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് 5 ആണെങ്കിൽ റൈറ്റിൽ നിന്ന് 22 ആയിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5ഉം 22 കൂട്ടുമ്പോൾ 27 അല്ലേ?
27 അല്ലേ? നമ്മൾ റാങ്കിങ്ങിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചു ഒരാളുടെ പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് 5, റൈറ്റിൽ നിന്ന് 22. അപ്പം മൊത്തം എത്ര പേരുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 5ഉം 22 ആഡ് ചെയ്തിട്ട് 1 കുറച്ചാൽ മതി. അപ്പോൾ 26 കിട്ടും, ടോട്ടൽ നമ്പർ കിട്ടും. അത് നമ്മൾ അന്ന് ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ അതിപ്പോൾ നമ്മൾ റിവേഴ്സിൽ ചെയ്യുന്നു. ടോട്ടൽ 26 എന്നറിയാം. ലെഫ്റ്റിൽ നിന്ന് ഇവൻ 5 ആണെങ്കിൽ റൈറ്റിൽ നിന്ന് എത്ര ആയിരിക്കും? സോ ഈ 5ഉം നമ്മുടെ ഈ നമ്പറോടെ കൂട്ടുമ്പോൾ ടോട്ടൽ +1 ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ ഏത് നോക്കിയാൽ ഇപ്പോൾ M എന്ന് പറഞ്ഞാൽ 13ാമത്തെ ആൽഫബറ്റാണ്. സോ ഇത് റിവേഴ്സിൽ വരുമ്പോൾ എത്രയാണെന്ന് നോക്കാൻ വേണ്ടി 13ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 27 കിട്ടുമെന്ന് നോക്കിയാൽ മതി. 14. ഇപ്പം A എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ റിവേഴ്സ് വരുമ്പോൾ 26 അല്ലേ? നോക്കി ആഡ് ചെയ്താൽ 27 കിട്ടുക. B എന്ന് പറഞ്ഞാൽ 2, റിവേഴ്സ് വരുമ്പോൾ 25, ആഡ് ചെയ്യുമ്പോൾ 27 കിട്ടുക. ആണോ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. സോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കി, ഇവിടെ അപ്പോൾ K എന്നുള്ളത് 11 ആണ്. അപ്പോൾ K റിവേഴ്സിൽ എന്ത് വരും? 16 അല്ലേ വരിക. P എന്നുള്ളത് 16 ആണ്. P എന്നുള്ളത് എന്താ? 16. റിവേഴ്സ് എന്ത്? 11 പറഞ്ഞേ. അപ്പോൾ ഈ റിവേഴ്സിലുള്ള നമ്പറും ഇവിടെ തന്ന കോഡ് നമ്പറും തമ്മിൽ എന്താ കണക്ഷൻ? റിവേഴ്സിലുള്ള നമ്പറും ഈ കോഡ് നമ്പറും തമ്മിൽ എന്താ കണക്ഷൻ? റിവേഴ്സിലുള്ള നമ്പറിൻ്റെ കൂടെ എല്ലാം +3 വെച്ച് ആഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണോ? 3ൻ്റെ കൂടെ 3 തൊട്ട് 6, 3 തൊട്ട് 25, 3 തൊട്ട് 19, 3 തൊട്ട് 14. റിവേഴ്സ് ഓർഡർ +3, റിവേഴ്സ് ഓർഡർ +3. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കി, ഇത് UBHW എന്ന് തന്നിട്ടുണ്ട്. UBHW നോക്ക്. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെ ആൽഫബറ്റാണ്? 21 ആണ്. റിവേഴ്സ് വന്നാൽ 6 ആണ്. ആണോ? കോഡ് എന്താ കൊടുത്തത്? 9. കോഡ് എന്താ കൊടുത്തത്? 9. B എന്ന് പറഞ്ഞാൽ 2 ആണ്. റിവേഴ്സ് വന്നാൽ 25. കോഡ് കൊടുത്ത് 28 ആണോ നോക്കി? ആണ്. അപ്പോൾ പാറ്റേൺ എന്താ? റിവേഴ്സ് ഓർഡർ കണ്ടുപിടിക്കുക, റിവേഴ്സ് പൊസിഷൻ കണ്ടുപിടിക്കുക, +3 ചെയ്യുക. അതാണ് പാറ്റേൺ. തീർന്നു. സോ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ ഏതാ ചോദിച്ചത്? QCJR അല്ലേ? Q എത്രാമത്തെയാണ്? 17. റിവേഴ്സ് ഓർഡർ നോക്കാം, 10 അല്ലേ? ആണോ? 10 ആണെങ്കിൽ ഇവിടുത്തെ കോഡ് എന്ത് വരണം? +3 ചെയ്യുമ്പോൾ 13 വരണം. സോ 13ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർമ്മയേ ഉള്ളൂ. സോ ആൻസർ ഏതാണ്ട് വേണ്ടിയതാണ്. പിടി കിട്ടിയോ? കാരണം എന്താ? C എന്നുള്ളത് മോനെ 3rd ആണ്. C എന്നുള്ളത് എന്താണ്? 3rd ആണ്. റിവേഴ്സിൽ വരുമ്പോൾ എത്ര? 27 വരണമെങ്കിൽ 24 വരണം. 3 കൂട്ടുമ്പോൾ 27 ആയി. J എന്നുള്ളത് 10 ആണ്. റിവേഴ്സ് വരുമ്പോൾ 17 ആയി. 20 വരണം. R എന്നുള്ളത് 18 ആണ്. റിവേഴ്സ് വരുമ്പോൾ 9 വരണം. 12 ആയി. 13, 17, 20, 12 ഇതല്ലേ ഓപ്ഷൻ വന്നത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത റിവിഷനിൽ നോക്കാം. താങ്ക് യു.